നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഉദയഭാനു കൊടുത്ത പണം കൊണ്ട് സ്വർണം വാങ്ങി അത് ശ്രീദേവിക്ക് കൊടുക്കുകയാണ് ബാലൻ. പക്ഷെ എങ്കിൽ ശ്രീദേവി പറഞ്ഞു, എന്തിനാ ബാലച്ച, എനിക്ക് ഇത്ര സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, മോളെ ഇത് നിനക്ക് അർഹതപ്പെട്ടാന്ന് പറഞ്ഞു. എന്താ ബാലച്ചേ പറയണേ, ഇത്ര രൂപയുടെ സ്വർണ്ണോ, ഇതെന്തിനാ എനിക്കിപ്പോ സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. നിന്റെ വളകാപ്പ് ചടങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോ നിനക്ക് സ്വർണം വേണമല്ലോ, അങ്ങനെ വരുമ്പോ നിനക്ക് എടുക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വാങ്ങിച്ചെന്നേ ഉള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, ബാലച്ച അതിനി എത്ര നാള് താമസമുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും വളകാപ്പൊക്കെ നടത്തണേന്ന് ചോദിച്ചു. അത് സാരമില്ല, അതിനു മുമ്പ് മേടിച്ചു വെച്ചാൽ എന്താ, ഇതേ മോൾക്കും മോളുടെ വയറ്റി വരുന്ന കുഞ്ഞിനും എല്ലാവർക്കും അവകാശപ്പെട്ട സ്വർണം അതെന്ന് പറഞ്ഞു. എന്നാലും ബാലച്ച ഇത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇത് മോളുടെ കയ്യിലിരിക്കട്ടെ, ഭാവിയില് ഇത് മോൾക്കും ആനന്ദിനും കുഞ്ഞിനും ഒക്കെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഉദയഭാനു സാറിന്റെ ബിസിനസ്സിൽ പങ്കാളിയാവാനായിട്ട് ആനന്ദിന് താല്പര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് മോള് കൈ വെച്ചാ മതി. കാരണം ഇതിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ഇനിയിപ്പോ കുഞ്ഞൊക്കെ വളർന്നു വരുന്ന കഴിയുമ്പത്തേനും അവനൊരു ഭാവി ഉണ്ടാവേണ്ടല്ലേ. അത് മാത്രല്ല, ആനന്ദ് എന്നും ഇങ്ങനെ കടയിൽ ജോലിക്ക് പോയിട്ട് കാര്യമില്ല, അവന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഈ സ്വർണം എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ ബാലച്ച? ബാലച്ചനൊരു കാര്യം ചെയ്യുക, ഇത് ബാലച്ചൻ തന്നെ കൈ വെച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആകാശിന് ബിസിനസ് തുടങ്ങാൻ നടക്കുമല്ലേ, ആകാശിന് കൊടുക്ക്. അപ്പൊ അവൻ അതുകൊണ്ട് ബിസിനസ് തുടങ്ങാൻ നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, അത് വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഉള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സമയമാകുമ്പോൾ അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും, അതിന് മാറ്റമില്ല. മോളൊരു കാര്യം ചെയ്യാം, ബാങ്കില് ഈ സ്വർണം കൊണ്ടേ വെച്ചോ, ലോക്കറിൽ കൊണ്ടേ വെച്ചോ. പക്ഷെ ഇവിടെ ഇത് ആരും അറിയാൻ പാടില്ല ഞാൻ സ്വർണം തന്ന കാര്യം. അതെന്താ ബാലച്ച അങ്ങനെ പറയണേ? അപ്പൊ അതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അമ്മയും ആരും അറിയാൻ പാടില്ലെന്നാണോ ബാലച്ചൻ പറഞ്ഞത്? അതെ, ആരും തൽക്കാലത്തേക്ക് അറിയണ്ട, ഇത് ഞാൻ മോൾക്കായിട്ട് തന്ന സാധനമല്ലേ, അപ്പൊ അത് മോൾക്ക് അവകാശപ്പെട്ട, ആരോട് മോൾ ഇതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, എന്താ ബാലച്ചത്, ബാലച്ചൻ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ആളല്ല എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബാലൻ പറഞ്ഞു, മോളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, എനിക്കറിയാം. നിന്റെ സ്വഭാവം, നീ നല്ലവളാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത് നീ സൂക്ഷിച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോൾ കുഞ്ഞു വളർന്നു വരുമ്പോൾ അതിൻ്റെ ഭാവിയൊക്കെ വേണ്ടേ, ആ സമയത്ത് ഉപകരിക്കുമെന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് ഒന്നും കൂടി വിശ്വാസം വരുന്നില്ല. ബാലൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ നിനക്കും കുഞ്ഞിനും ആനന്ദിനും ഒക്കെ ആയിട്ട് തരുന്ന, ഇനിയിപ്പോൾ ഈ വീട്ടിലുള്ളവർക്കായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. അതാ മോളുടെ ടെൻഷനെങ്കിൽ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായി ശ്രീദേവിക്ക്. ശ്രീദേവി പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യാം, ബാലച്ചൻ കൈ വെച്ചോ, ബാലച്ചൻ ആവശ്യം വരും പണയം വെക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ആവശ്യമൊന്നും വരാൻ പോകുന്നില്ല. എന്നാ ശരി മോളെ എന്ന് പറഞ്ഞ് ബാലനങ്ങ് തിരിഞ്ഞു കിടക്കുവാണ്. പിന്നീട് ബാലനോർത്തു, അർഹതപ്പെട്ട കൈകളിൽ തന്നെ ഇത് എത്തി. ഉദയഭാനു സാറ് തന്ന പണമാണ്. ഒരുപക്ഷെ ആ പണം എൻ്റെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായാനും. ഇപ്പോഴാണ് ഒരു സമാധാനമായത്, അത് ശ്രീദേവിയുടെ കൈ ചെന്ന് കഴിഞ്ഞപ്പം എന്നൊരു സന്തോഷത്തോടു കൂടിയിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ പുറത്തേക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു, ആഹാ ബാലേട്ടൻ ഇത് എവിടെയായിരുന്നു? സ്കൂട്ടറിന്റെ സൗണ്ട് കേട്ട് ഞാൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആളെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പിന്നെ രാമേട്ടനെ ഒരു വൈദ്യന്റെ കയ്യിൽ നിന്ന് കുറച്ച് എണ്ണയും കുഴമ്പും ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ദേവി മോൾക്ക്. അപ്പൊ അത് ഞാൻ കൊടുക്കാൻ വേണ്ടി പോയതെന്ന് പറഞ്ഞു. ഓ അതാണല്ലേ, ഞാൻ കരുതി ഇത് എവിടെ പോയെന്ന് ബാലേട്ടന്. പിന്നീട് ബാലൻ അങ്ങോട്ട് പുറത്തേക്ക് വന്ന് തുടങ്ങുന്ന സമയത്ത് കോമതി വിളിച്ചു. കോമതി പറഞ്ഞു, അത് പിന്നെ ബാലേട്ട, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു പറഞ്ഞു. എന്ത്, എന്നോട് മറച്ചു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ബാലേട്ടന്? അത് പിന്നെ ഗോമതി, ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ അറിയില്ല ബാലേട്ട, ബാലേട്ടൻ എന്തിനാ എന്നോട് ഇത് മറച്ചു വെച്ചെന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, ഗോമതി നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കല്ലോ എന്ന് കരുതിയിട്ടാ. വിഷമിക്കാനോ, അതുകൊണ്ട് ഞാൻ എന്താ അറിഞ്ഞില്ലേ? എന്നാലും ഈ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമായിരുന്നല്ലോ, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആനന്ദിനെ അല്ലേ, ആനന്ദിനെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതുകൊണ്ട് നിനക്ക് സങ്കടമാവല്ലോ എന്ന് കരുതിയിട്ടാ. ആനന്ദിനെ മാത്രമല്ലല്ലോ ബാലേട്ട ബാധിക്കുന്നേ, ഈ കുടുംബത്തെ എല്ലാരെയും ബാധിക്കുന്നല്ലേ. അത് കേട്ടുകഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു, എന്നാലും നീ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എങ്ങനെ വിഷമിക്കാതിരിക്കും? പിന്നെ ഞാനൊന്ന് പെറ്റമ്മയായില്ലേ, പെറ്റമ്മയായി പോയില്ലേ, ഇപ്പൊ എനിക്ക് സങ്കടം വരാതിരിക്കുവോ? ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് സങ്കടം വരില്ല എന്നൊക്കെ ചോദിച്ചു. ബാലനോർത്ത് ഉദയഭാനു സാറിന്റെ കാര്യം എങ്ങനെ അറിഞ്ഞു, ഞാൻ പണം മേടിച്ചൊക്കെ അറിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും ഗോമതി ഇങ്ങനെയൊക്കെ പറയണേ. ദൈവമേ, ഇനി എന്ത് ചെയ്യുന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിൽ. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ആനന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സങ്കടമാവുമല്ലോ. എന്റെ ബാലേട്ട, ആനന്ദിന് മാത്രമല്ലല്ലോ, സ്വാമി പോറ്റി പറഞ്ഞ അനുസരിച്ച് ഈ കുടുംബത്തിൽ എല്ലാരെയും ബാധിക്കുന്ന കാര്യമുള്ളൂ.
സ്വാമി പോയിട്ട് അതെ, ഞാൻ ദേവിമല ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സ്വാമി പോയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ആ കുടുംബത്തിൽ അന്ന് അഗ്നിപൂജ നടത്തിയെങ്കിലും പക്ഷേങ്കിൽ ദുർനിമിത്തങ്ങളെ കണ്ടേന്നുള്ള കാര്യം, അത് ശുഭകരമായിട്ടില്ല എന്നുള്ള കാര്യം. ഓ അതായിരുന്നു. ഇപ്പൊ ഉദയഭാൻ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം താനും കൂടി വിളമ്പിയനം, എന്തെങ്കിലും പെട്ടുപോയേനം, ആകെപ്പാടെ നാണക്കേടായി പോയനം എന്നൊരു ചിന്തയായിരുന്നു ബാലിന്റെ മനസ്സിൽ. പെട്ടെന്ന് ഗോമതിച്ചു, ബാലേട്ടൻ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ആ സമയത്ത് ഗോമതി എന്നിട്ടും ബാലേട്ടൻ അത് അറിഞ്ഞിട്ട് എന്താ എന്നോട് പറയാതിരുന്നേ? ഗോമതി, നീ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ആ സ്വാമി പറ്റി എന്നോട് പറഞ്ഞായിരുന്നു. ആ ദുരന്തമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകാൻ പോകുന്നില്ലെന്നോ? എന്നിട്ട് സ്വാമി പറ്റി എന്നോട് അങ്ങനെയല്ലോ പറഞ്ഞേ. അത് പിന്നെ അതെ, നമ്മൾ അഗ്നിപൂജയൊക്കെ നടത്തിയതുകൊണ്ട് വലിയ ആ ദോഷം അങ്ങോട്ട് മാറിക്കിട്ടി. ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകത്തുള്ളൂ. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കണ്ട, കുട്ടികളോട് പറയാൻ വേണ്ടെന്ന് പറഞ്ഞു. അയ്യോ ഒരു കാര്യമുണ്ട് ബാലേട്ട, ഞാൻ പറഞ്ഞു പോയെന്ന് പറഞ്ഞു. പറഞ്ഞോ? എൻ്റെ ഗോമതി, നിന്റെ മനസ്സിലൊന്നും ഇരിക്കില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ ബാലേട്ട ടെൻഷൻ കാരണം പറഞ്ഞു പോയതാ. മിത്ര മീനാക്ഷിയൊക്കെ എന്നെ ഉപദേശിച്ചു, അമ്മ വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നിസ്സാര കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞ്. അതെ, അതാ എനിക്കും പറയാനുള്ളത്. നീ വെറുതെ എന്തിനാ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണേ? അതങ്ങോട്ട് വിട്ടുകളാം, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ബാലേട്ട, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കുവോ? ബാലൻ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് സംഭവിച്ചോട്ടെ. അപ്പോഴേക്കും ഗോമതി ബാലന്റെ ഭാവത്തി, ഇതേ ബാലേട്ട, അനാവശ്യമായിട്ട് പോലും വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയരുത്. ബാലേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനുണ്ടോ ഗോമതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് നീ ഒന്നും ഓർക്കണ്ട, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഇങ്ങനെ ആഭരണമൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലച്ചനാണെങ്കിൽ എന്ത് കരുതലാണ് തനിക്കും കുഞ്ഞിനും ആനന്ദേണ്ടൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴിതൊക്കെ വാങ്ങിച്ചു തന്നിരിക്കുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് ശ്രീദേവി ഓർത്ത് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല, ആരെങ്കിലും കണ്ടാൽ പിന്നെ ചോദ്യമാവും. ബാലേട്ടൻ പറഞ്ഞിരിക്കുന്ന ആരോടും പറയണ്ടെന്ന. തന്റെ വീട്ടിൽ നിന്നെങ്ങാനും വിളിച്ച ഒരു കാരണവശാലും പറഞ്ഞുകൂടാ. തന്റെ വീട്ടുകാരറിഞ്ഞ ഉറപ്പായിട്ട് ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അതുകൊണ്ട് അവരോടും പറയണ്ട, അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞ് ശരിയാകത്തില്ല. അവർ ഈ സ്വർണം കൈക്കലാക്കാൻ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് വേണ്ട എന്ന് ശ്രീദേവി തീരുമാനിച്ചു. ഇതെടുത്ത് മാറ്റിവെക്കാം, ആരോടും പറയണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രീദേവി പുറത്തേക്ക് വരിക. ഇതേ സമയത്ത് മീനാക്ഷി ആണെങ്കിലോ ഇതുവരെയായിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് സുകന്യ അനുസരിയും വന്നിട്ടില്ല. വലിയ ഷോപ്പിംഗ് ആണെന്ന് തോന്നേ, വരട്ടെ ഇങ്ങോട്ടെ എന്നൊക്കെ ചിന്തിച്ച് മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കണം. അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ശ്രീദേവി വന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞു, മീനു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. സ്വർണത്തിന്റെ കാര്യം മീനുവിനോട് മാത്രം പറയാം എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. അപ്പോഴേക്കും മീനാക്ഷി തിരിഞ്ഞു നിട്ടിച്ചു, എന്താ ചേച്ചി? അല്ല, അത് പിന്നെ ഞാന് പെട്ടെന്നാണ് ബാലൻ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നേ, ആരോടും പറയരുന്ന്. ശോ, ബാലച്ചൻ പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുന്ന്. അപ്പൊ പിന്നെ ഇനി എങ്ങനെയാ പറയണേ? തൽക്കാലത്തേക്ക് എന്നാ പറയണ്ട. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എനിക്കറിയാൻ ചേച്ചി പറയാൻ പോകുന്ന കാര്യം എന്താന്ന്. അപ്പം ബാലച്ചൻ സ്വർണം വാങ്ങിക്കൊണ്ട് തന്ന കാര്യം മീനാക്ഷി നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ? അത് കേട്ടപ്പം ശ്രീദേവി ചോദിച്ചു, അല്ല മീനുവിന് അതെങ്ങനെ അറിയാം? എനിക്കതൊക്കെ അറിയാന്ന് പറഞ്ഞു. എന്നോട് കള്ളത്തരം വേണ്ടാന്ന് പറഞ്ഞു. അതെ, ഞാൻ പുറത്തു പോണ സമയത്ത് മസാല ദോശ വാങ്ങിക്കൊണ്ട് വരണം, അതല്ലേ ശ്രീദേവി ചേച്ചി പറയാൻ വന്നേ. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ആഹാ അത് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ തല ഒലുക്കാനല്ലേ ശ്രീദേവിക്ക് പറ്റുള്ളൂ. അതെ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അനുശ്രീ സുകന്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പത്തിന് ഒന്ന് രണ്ട് കവർ മാത്രമേ കയ്യിലുള്ളൂ. മീനാക്ഷി പറഞ്ഞു, ഞാൻ കരുതിയത് ഇത്ര സമയം ലേറ്റ് ആയി കഴിഞ്ഞപ്പോ കട മുഴുവൻ വാങ്ങിച്ചോണ്ട് വരുന്ന, ഈ 2-3 സാധനം മേടിക്കാനാണോ മണിക്കൂറുകൾ താമസിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, എന്ത് ചെയ്യാൻ എൻ്റെ മീനു, ഈ അനുശ്രീയെ നോക്കി ഞാൻ മടുത്തു. അനുശ്രീ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിട്ട് താമസിച്ചല്ലേ വന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ? അപ്പോഴേക്കും അനുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്താനു നിന്റെ മുഖത്ത് എന്താ വല്ലാത്തൊരു ടെൻഷൻ എന്ന് മീനാക്ഷി ചോദിച്ചു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ ഇങ്ങനെ അനുശ്രീയെ ചെന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ്. കൂളായിട്ട് നിൽക്കാനുള്ള രീതിയിലാണ് നോക്കുന്നത്. പക്ഷെ അനുശ്രീക്ക് ടെൻഷൻ കാണും, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേ സമയത്ത് ശ്രീദേവി പറഞ്ഞു, നീ എന്താ മീനു ഇങ്ങനെയൊക്കെ പറയണേ? ആ അനുസരിക്കും ഒരു ടെൻഷനില്ല, അത് ഈ വെയിലത്ത് വേർത്ത് കുളിച്ച് വന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ അനുമോളെന്ന് ചോദിച്ചു. ആ അതെ അതെ. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, അല്ല നീ ബർത്ത്ഡേക്ക് പോയില്ലേ? ആ ഏത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു? ഫ്രണ്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു. അത് കേട്ടതും അനുശ്രീ ഒന്നും പതറി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുകന്യയെ നോക്കുവാണ്, സുകന്യ അനുശ്രീയെ നോക്കുവാണ്. പെട്ടെന്ന് രണ്ടുപേർക്കും ഒരു ടെൻഷനായി. ആ സമയത്ത് അനുശ്രീ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് സുകന്യ ചാടിക്കയറി പറഞ്ഞു, നിളാന്ന് പറഞ്ഞു. നിളാന്നോ? അതെ നിള എന്നാന്ന് പറഞ്ഞു. ആഹാ, മുമ്പ് സുകന്യ ഈ പേരല്ലല്ലോ എന്നോട് പറഞ്ഞത്, വേറൊരു പേരാണല്ലോ പറഞ്ഞ് എന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ അനുശ്രീ ഞെട്ടലോടുകൂടി സുകന്യയെ നോക്കുകയാണ്. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ഞാനോ? അതെ, സത്യം പറ സുകന്യേച്ചി, ഏതെങ്കിലും ഒരു പേര് പറ. ഏത് പേരാ? ഒറിജിനൽ ആയിട്ടുള്ള പേരെന്താ എന്ന് ചോദിച്ചു. അത് കേട്ട് ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ പതറി നിൽക്കുവാണ്, എന്ത് പറയണമെന്ന് അറിയില്ലാതെ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.